ഇതിനൊന്നും വേണ്ടിയിട്ട് ഒഴിവാക്കേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് വയ്യാത്തോണ്ടല്ലേ. വയ്യായി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നമുക്കൊരു ചെറിയ സീലുണ്ടല്ലോ. പോയി ഒന്ന് കഴുകി, ഓക്കെ. രണ്ടാമത്തെ കഴുകിയ ഞാന് ഒരു പ്രാവശ്യം ആയിട്ടുള്ളൂ. പക്ഷെ 3 ആക്കാൻ വേണ്ടിട്ടാ. എന്റെ മൈൻഡിൽ എന്താ ഇത് 3 ആവുന്നില്ല. അപ്പൊ ഇത് 3 ആക്കണല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ കഴുകി അങ്ങനെ കുറെ നേരം കഴിയുമ്പോൾ ഒന്നും എടുത്ത് കഴിയും. എന്താ പറയാ, ബാത്റൂം കയറി കഴിഞ്ഞാൽ നമുക്ക് അവിടെ കോമൺ ബാത്റൂമാണ്. അങ്ങനെ നമ്മളിപ്പോ നമ്മളെ മാത്രം ബാത്റൂം അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്തായിരിക്കും കുറെ നേരം വീണ്ടും കളിക്കാം, വെള്ളത്തിൽ കളിക്കുക, മീൻസ് അങ്ങനെയല്ല കുറെ നേരം ഒതുകൊടുത്തൊക്കെ നിൽക്കുക എന്റെ കളിമാതിരി. പക്ഷെ അവിടെ അങ്ങനല്ല, അവിടെ കോമൺ ബാത്റൂം ആയതുകൊണ്ട് തന്നെ നമ്മളെന്ത് ചെയ്യും, നമ്മൾ ഇറങ്ങിയിട്ട് വേണം അടുത്താക്കി കയറേണ്ടി വരുമല്ലോ. അപ്പോൾ ഒതു എടുക്കാനൊക്കെ അപ്പൊ എന്ത് ചെയ്യും, അപ്പൊ ഒതു എടുക്കും. അങ്ങനെ പതുക്കെ. ഹായ് ഫ്രണ്ട്സ്, അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്റെ ഒരു OCD ലൈഫ് സ്റ്റോറി ആട്ടോ. അപ്പം OCD ലൈറ്റ്സ് ഓക്കെ. അപ്പം ഒരു ഡിസ്ക്ലൈമർ ഉണ്ട് കേട്ടോ. OCD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മാത്രമാണ് ഇതിന് OCD എന്ന് വിളിക്കുന്നത്. എന്റെ വീട്ടുകാർ എനിക്ക് ഒസ്വാസാണ്, മാഞ്ഞാളാണ്, ഇതൊക്കെയാണ് പറയുന്നത്. നാട്ടുകാർ ഇതിനെ വേണമെങ്കിൽ പ്രാന്താന്നോ എന്തെങ്കിലും വിളിക്കുന്നുണ്ടാവായിരിക്കും, ഐ ഡോണ്ട് നോ. അപ്പം അങ്ങനെ, അപ്പൊ അതാണ് നമ്മൾ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്റെ OCDന് ആർക്കും വലിയ വില ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ കാണിക്കണ്ടായ ട്രീറ്റ്മെന്റ്, മെഡിസിൻ ഇങ്ങനത്തെ കാര്യമൊന്നും ഉണ്ടായില്ല കേട്ടോ. വലിയൊരു സീന് അങ്ങനെ പറയാനില്ല, പക്ഷെ ചെറുതായിട്ടൊരു OCD എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പോഴും എനിക്കത് ആലോചിക്കുമ്പോൾ ഭയങ്കര ടാസ്ക് ആയിരുന്നു കേട്ടോ. ആ ഒരു ടൈം ഭയങ്കര ടാസ്ക് ആയിരുന്നു കേട്ടോ. അപ്പൊ ഈ സംഭവം എന്ന് പറയുമ്പോൾ ഞാനൊരു 13-14 വയസ്സുള്ളപ്പോ നമ്മളൊരു ടീനേജ്, അതാണ് അന്നോട്ടുള്ള കേട്ടോ. എനിക്കൊരു ഓർമ്മയില്ല, അതിന് മുമ്പ് ഉണ്ടായിരുന്നു എന്നുള്ള എന്റെ ഒരു ഓർമ്മയിലില്ല. അപ്പൊ ഈ ഒരു ടൈമിലൊക്കെ ഞാൻ ഇപ്പൊ ഫസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ, ഞാനിപ്പോ പുറത്തു പോവാ, നമ്മളിങ്ങനെ സ്കൂളിലൊക്കെ പോകുമ്പോൾ വീട് തൊട്ട് റോഡ് വരെ നടക്കണമല്ലോ. അപ്പം അത് കുറച്ച് ലെങ്ത് ആണ്, നടക്കാൻ കുറച്ചുണ്ട്. അപ്പൊ അതുവരെ പോകുമ്പോ നമ്മൾ റോഡിൽ വേസ്റ്റും കാര്യങ്ങളും, പിന്നെ ചപ്പ് ചവറ്, മഴക്കാലൊക്കെ ആകുമ്പോൾ വേസ്റ്റ് ഒക്കെ ഇങ്ങനെ കിടക്കല്ലോ, ഇലകളൊക്കെ കൂടി കിടക്കല്ലോ. അപ്പൊ ഇതൊക്കെ കാണുമ്പോ എനിക്ക് ഭയങ്കര വൃത്തി, നമ്മളെ മൈൻഡിൽ അങ്ങനെയാണല്ലോ, ഇതെന്താ അവിടെ റോഡിലൊക്കെ വേസ്റ്റ് കിടക്കുന്നത്. അപ്പൊ ഞാനിത് കാണുമ്പോ തുപ്പും. അപ്പൊ അടുത്ത വേസ്റ്റ് കാണുമ്പോ പിന്നെയും തുപ്പും. പിന്നെ ഫുൾ വേസ്റ്റ് ആണ്, ഞാൻ റോഡ് എത്തുന്നവരെ തുപ്പി അങ്ങനെ നടക്കും. അപ്പൊ എന്റെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവർക്ക് എന്തോ പോലെ ആവൂലേ, കാരണം നമ്മളെ കൂടെ നടക്കുന്ന ഒരാൾ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഒരാൾ ഇങ്ങനെ തുപ്പി റോഡ് വരെ പോകുന്നത്. അപ്പൊ എന്റെ ഉമ്മക്ക് കൂടെ വരുമ്പോ ഉമ്മ പറയോ, എന്റെ തുപ്പല് കാണുമ്പോൾ എനിക്ക് ഓക്കാനിക്ക് വരുന്നത്. ആ ഒരു സെറ്റപ്പിനും അങ്ങനെ പതുക്കെ ഞാൻ അത് സ്റ്റോപ്പ് ചെയ്തു കേട്ടോ. അത് ഭയങ്കരമായിരുന്നു കേട്ടോ. അത് കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ ഞാൻ എങ്ങനെയോ സ്റ്റോപ്പ് ചെയ്താ കേട്ടോ. അപ്പം ആ ഒരു സംഭവം, കാരണം ആൾക്കാരുടെ കൂടെ ഒക്കെ പോകുമ്പോൾ ഞാൻ പിടിച്ചു വെക്കും, പഠിച്ചനെ തുപ്പാൻ തോന്നലേ പറഞ്ഞ് പിടിച്ചു വെക്കൂ. കാരണം ഓർക്ക് എന്തോ പോലെ ഉണ്ടാവില്ല. എനിക്കാണെങ്കിൽ വേസ്റ്റ് കണ്ടിട്ട് ഇങ്ങനെ ഉമിനീര് ഇറക്കാൻ പറ്റൂല. ഇത് കണ്ട ഉമിനീര് ഞാൻ എങ്ങനെ ഇറക്കാന്നുള്ള മൈൻഡിലാണ് ഞാൻ നിൽക്കുക. അപ്പം അതാണ് ഫസ്റ്റത്തെ ഒരു സംഭവം. പിന്നെ നിസ്കാരത്തിലൊക്കെ കേട്ടോ ഭയങ്കര കളിയാണ്. നമ്മള് മറ്റേ എന്താ പറയാ, ചെറുപ്പം തൊട്ട് നിസ്കരിക്കുന്ന അങ്ങനത്തെ ഒരു ഫാമിലിയിൽ, അങ്ങനെയാണ് കേട്ടോ നമ്മളെ ഫാമിലി വന്നത്. അപ്പം ഭയങ്കര കുഞ്ഞിലെ തൊട്ട് നിസ്കാരം, ഓത്ത് അങ്ങനത്തെ ഒക്കെ. നമ്മളെ വീട്ടിൽ TV ഒന്നും ഉണ്ടായില്ല. TV എന്നൊക്കെ പറഞ്ഞാൽ ശൈത്താൻപെട്ടിയാണ്, അങ്ങനത്തെ ഒക്കെ ഒരു സെറ്റപ്പ്. അപ്പം ശൈത്താൻപെട്ടി വേണ്ടാന്നൊക്കെയുള്ള സെറ്റപ്പിൽ നമ്മുടെ വീട്ടിൽ TV ഒന്നും ഇല്ലേന്. അപ്പൊ അങ്ങനൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം ഈ ഒരു ടൈമിലാണ് നിസ്കാരത്തിൽ എനിക്ക് ചെറിയ കളി വന്നു കേട്ടോ. കാരണം നമ്മൾ നല്ല രീതിയിൽ നിസ്കരിച്ച് പോയി. എപ്പോഴാണ് എനിക്ക് നിസ്കാരത്തിൽ കളി വന്നു എനിക്കറിയില്ല. അപ്പം നമ്മള് 3 പ്രാവശ്യം ഇങ്ങനെ കൈ കഴുകണം. ഫസ്റ്റ് കൈ കഴുകാം, പിന്നെ വായിൽ വെള്ളം, അങ്ങനെ ഓരോന്നും 3 പ്രാവശ്യം നമ്മൾ ഒതു എടുക്കണമല്ലോ. അങ്ങനെ ഒതു എടുക്കാൻ പോയി, ഒന്ന് കഴുകി, ഓക്കെ. രണ്ടാമത്തെ കഴുകിയ ഞാൻ ഒരു പ്രാവശ്യം കഴിയിട്ടുള്ളൂ. അപ്പൊ ഒന്നുകൂടി കേൾക്കും, ഇനി ഒരു പ്രാവശ്യം കഴിയിട്ടുള്ളൂ. അങ്ങനെ 2 ആയി എനിക്ക് അങ്ങനെ ഉറപ്പിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഈ 2 ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറെ പ്രാവശ്യം കഴുകും. അങ്ങനെ ഒരു 1/4 മണിക്കൂർ, ഒരു 10-15 പ്രാവശ്യം ഞാൻ ഫസ്റ്റ് കൈ തന്നെ കഴുകും. 3 പ്രാവശ്യം കേൾക്കേണ്ടേ ഉള്ളൂ. ഞാൻ ഒരു 10-15 പ്രാവശ്യം കൈ തന്നെ കഴുകും. അത് കഴിഞ്ഞിട്ട് പിന്നെ വായല്, അങ്ങനെ ഇങ്ങനെ ഓരോന്ന് ഞാൻ അങ്ങനെ 10-15 പ്രാവശ്യം 3 ആക്കാൻ വേണ്ടിയിട്ടാ. എന്റെ മൈൻഡിൽ എന്താ ഇത് 3 ആവുന്നില്ല. അപ്പൊ ഇത് 3 ആക്കണല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ കഴുകി അങ്ങനെ കുറെ നേരം കഴിയുമ്പോൾ ഒതു കൊടുത്ത് കഴിയും. അങ്ങനെ നിസ്കരിക്കാൻ വന്നിക്കും. അതതിനേക്കാൾ ടാസ്കാ. നിസ്കരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ആ ഒരു ടൈമിൽ മദ്രസയിൽ പോവാ, അപ്പൊ അങ്ങനത്തെ ഒരു മൈൻഡ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോ ആളാണ് എന്താ പറയാ, നെയ്യത്ത് കറക്റ്റ് ആണല്ലോ, നെയ്യത്ത് കറക്റ്റ് ആയ നിസ്കാരം റെഡി ആവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വേണ്ടാണ്ടൊക്കെ ഭയങ്കരമായിട്ട് ചിന്തിക്കും. അപ്പൊ എന്താക്കും, അപ്പൊ നിന്നിട്ട് 3 റക്അത്ത് മഗ്‌രിബ് നിസ്കരിക്കുന്നു അള്ളാഹുവിന് വേണ്ടി. ആ ഒരു സംഭവമാണ്. അപ്പൊ ഇതിന് വേണ്ടി ഞാന് കുറെ ടൈം, 1 മണിക്കൂർ, അരമണിക്കൂറൊക്കെ ഞാൻ എന്തായാലും നിൽക്കും. കാരണം നെയ്യത്ത് വെച്ച കറക്റ്റ് ആവണല്ലോ, എന്റെ മനസ്സിൽ വേണമല്ലോ നെയ്യത്ത് എന്ന് പറയുന്നത്. അപ്പൊ അത് മനസ്സിൽ കേറുന്നില്ല, കേറ്റാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ഇങ്ങനെ നിൽക്കും. അങ്ങനെ ആദ്യമൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാല് ഈ തറാവിയൊക്കെ നിസ്കരിക്കുമ്പോൾ നമ്മളെ വീട്ടിലേക്ക് എല്ലാവരും വരുന്നു കേട്ടോ. അങ്ങനെ പതുക്കെ പിന്നെ ഞാനും അനിയത്തിയൊക്കെ തറാവിക്ക് ഇമാമ നിൽക്കാൻ തുടങ്ങിയേ. അപ്പൊ നമ്മള് മത്സരമാണ്. ഫസ്റ്റ് ഞാൻ ഒരു ദിവസം നിൽക്കാം, ഓളൊരു ദിവസം നിൽക്കാം, അങ്ങനെയാണ് കേട്ടോ. പിന്നെ ഇമാമ നിൽക്കലൊക്കെ
കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ ഒരു സംഭവം കയറിയപ്പോൾ പിന്നെ ഞാൻ വളരെ നിന്നോട്ടെ, കാരണം എനിക്ക് നിന്നിട്ട് കാര്യമില്ല. ഞാൻ ഇമാമായി നിന്ന് കഴിഞ്ഞാൽ ആരെപ്പം നിസ്കരിച്ച് ചെയ്യാൻ നീയത്ത് വെച്ച് ചെയ്യണ്ടേ, കാരണം ബാക്കിയുള്ളവരൊക്കെ ബേക്കിൽ നിൽക്കുമ്പോൾ എനിക്ക് ടാസ്ക്കാണ്, കാരണം ഞാൻ നീയത്ത് വെച്ച് കഴിയൂല. അപ്പം ഞാൻ പതുക്കെ ബേക്കിൽ തന്നെ കയറും, കാരണം ബേക്കിൽ നിന്നാലും ഇമാമ് ചിലപ്പോൾ ഫാത്തിയൊക്കെ കഴിഞ്ഞ് ഒരു സൂറത്ത് എത്തുമ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും കഷ്ടിച്ച് നീയത്ത് വെച്ച് കൈ കെട്ടു. ആ ഒരു സെറ്റപ്പായി. അപ്പോൾ നിസ്കാരത്തിൽ ടാസ്ക് തുടങ്ങിയതിന് ശേഷം പിന്നെ പതുക്കെ എനിക്ക് എന്ന് വെച്ചാൽ നമുക്ക് പറ്റുന്നില്ല, നീയത്ത് വെക്കാൻ പറ്റുന്നില്ല, ഭ്രാന്ത് പിടിക്കുന്ന ഒരു സിറ്റുവേഷൻ. കാരണം 5 വക്ത നിസ്കാരമുണ്ട്, അതിൽ ഓരോ വക്തിയിലും ഞാൻ ഒളുവിന് വേണ്ടി ഇത്ര ടൈം, നിസ്കാരത്തിൽ നെയ്യത്തൊക്കെ ഇത്ര ടൈം, നെയ്യത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നില്ല കേട്ടോ, പിന്നെ കുഴപ്പമില്ല. അതിന് ശേഷമുള്ളതൊക്കെ കൂളായിട്ട് കഴിയും കേട്ടോ. കാരണം ഫാത്തിഹ, സൂറത്ത്, ഈ സംഭവം അതിലൊന്നും എനിക്കൊരു കളിയില്ല കേട്ടോ. കാരണം നമുക്ക് വിചാരിച്ചുകൂടെയാണെങ്കിൽ സുജൂദ് എഴുതിയില്ലാലോ, അങ്ങനൊന്നും ചെയ്യില്ല, അതൊക്കെ ഓക്കെ ആയിട്ട് പോകും. നെയ്യത്ത് വെക്കുന്നവരെ എനിക്ക് ടാസ്ക്കാണ്, അതൊരു ഭയങ്കരമാണ് കേട്ടോ. പിന്നെ പതുക്കെ ഞാൻ നിസ്കാരം കട്ടാക്കാൻ തുടങ്ങി, കാരണം എനിക്ക് പറ്റുന്നില്ല. അപ്പം ഉമ്മ ചോദിക്കില്ലേ നിസ്കരിക്കില്ലേ, വെറുതെ ഇരിക്കാണോ, ഇങ്ങനെയൊക്കെ ചോദിക്കാൻ തുടങ്ങി. പക്ഷെ പിന്നെ വെറുതെ നിസ്കരിക്കാൻ തുടങ്ങി, അതായത് നീയത്ത് റെഡിയായാലും വേണ്ടില്ല, വെറുതെ ഇങ്ങനെ നിസ്കരിച്ച് പോരാ, അങ്ങനെ ആയിട്ടോ. പിന്നെ ഒരു ടൈമായപ്പോൾ നമ്മളെ അങ്ങനെ നിസ്കരിക്കുന്ന ഒരാൾക്കാർക്ക് അതൊരു ബാഡ് അടിക്കൂലേ, ഇതെന്താണ് ഇപ്പം നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഒഴിവാക്കി പോകാനും പറ്റില്ലല്ലോ. നമ്മളത് ഭയങ്കരമായിട്ട് നമ്മളെ മതത്തിൽ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് നിസ്കാരം മസ്റ്റാണ്, ആവശ്യമാണ്. അപ്പം അതൊരു ഭയങ്കര സംഭവമാണ് കേട്ടോ, നിസ്കാരത്തിൽ കളി വന്നത് എനിക്ക് ഭയങ്കര ഒരു സംഭവമാണ് കേട്ടോ. പിന്നെ ഈ ഒരു സംഭവം എവിടുന്ന മാറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നുവെച്ചാൽ അതുവരെ നിസ്കരിച്ചില്ല എന്നല്ല കേട്ടോ, നിസ്കരിക്കും ഇടക്ക് തലക്കൊക്കെ ആയിട്ട്, അതുവരെ നിസ്കരിക്കും നിസ്കരിക്കും. പക്ഷെ നെയ്യത്തിൽ കുറെ കളി ഉണ്ടായിരുന്നു, ഇടക്ക് കട്ടാക്കും. അങ്ങനെ എന്റെ ഹസ്ബൻഡ് വീട്ടിൽ പോയി. ഈ ഒരു കളി സത്യം പറഞ്ഞാൽ ഈ ഒരു OCDന്റെ സംഭവം മാറി കിട്ടുന്നത് എന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്നുവെച്ചാൽ കുറെ മാറ്റിക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിലൊരു മെയിൻ മാറ്റതാട്ടോ. വെച്ചാ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊക്കെ ഒരു അമൂൽ ബേബി സെറ്റപ്പിൽ നിന്നിട്ട് ഹസ്ബൻഡ് വീട്ടിൽ പോയപ്പോൾ എനിക്ക് ഭയങ്കര ടാസ്ക് ആയിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു അവിടെ പോയതിലുള്ളൊരു പ്ലസ് പോയിന്റ് ഇതാട്ടോ, കാരണം ഈ ഒരു സംഭവം എനിക്ക് മാറിക്കിട്ടി. ഞാനിങ്ങനെ എന്താ പറയാ, ബാത്റൂം കയറി കഴിഞ്ഞാൽ നമുക്ക് അവിടെ കോമൺ ബാത്റൂമാണ്. അങ്ങനെ നമ്മളിപ്പോ നമ്മളെ മാത്രം ബാത്റൂം അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്തായിരിക്കും കുറെ നേരം വീണ്ടും കളിക്കാം, വെള്ളത്തിൽ കളിക്കാം, മീൻസ് അങ്ങനെയല്ല കുറെ നേരം ഒതുകൊടുത്തൊക്കെ നിൽക്കുക എന്റെ കളിമാതിരി. പക്ഷെ അവിടെ അങ്ങനല്ല, അവിടെ കോമൺ ബാത്റൂം ആയതുകൊണ്ട് തന്നെ നമ്മളെന്ത് ചെയ്യും, നമ്മൾ ഇറങ്ങിയിട്ട് വേണം അടുത്താക്കി കയറേണ്ടി വരുമല്ലോ, അപ്പോൾ ഒതു എടുക്കാനൊക്കെ. അപ്പൊ എന്ത് ചെയ്യും, അപ്പൊ ഒതു എടുക്കും. അങ്ങനെ പതുക്കെ റെഡിയായി. എങ്ങനെ അറിയില്ല, എന്റെ വീട്ടിൽ ഞാൻ അരമണിക്കൂറൊക്കെ ഒതു എടുക്കാൻ വേണ്ടി നിന്ന ടൈം ഇന്നെ കാത്തുക്കൂലാരും, കാരണം നിന്ന് കഴിഞ്ഞാൽ കഴിയൂല എന്റേത്. അപ്പോൾ ഈ ഒരു സംഭവം എന്റെ ഹസ്ബൻഡ് വീട്ടിലോട്ട് എത്തിക്കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. എന്നുവെച്ചാൽ എന്റേത് മാറി. അവർക്ക് അറിയാം ഞാൻ ബാത്റൂമിൽ ഫസ്റ്റൊക്കെ, പക്ഷെ എല്ലാവരും ബേക്കിൽ ഒതുകൊടുക്കാൻ നിൽക്കുന്നുണ്ട് പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു ബേജാറാവുമല്ലോ. അപ്പം അങ്ങനെ ഒതുകൊടുക്കും, ഭക്ഷണേ സ്വീകരിക്കണം എന്നൊക്കെ പറയാം, എങ്ങനെ ഒതുകൊടുത്തിറങ്ങും. പിന്നെ എന്നാലും നിസ്കാരത്തിന്റെ ടൈമിൽ ആരും ഉണ്ടാവില്ലല്ലോ, ഇടയ്ക്ക് പെരുന്നാൾ നിസ്കാരം, തറാവിയ, അങ്ങനെയൊക്കെ എന്താ പറയാ അവിടുത്തെ ഉമ്മന്റെ കൂടെ നിസ്കരിക്കുള്ളൂ. അല്ലാത്തൊക്കെ നമ്മൾ ഒറ്റക്കനാണല്ലോ. അപ്പം അതിൽ പിന്നെ നെയ്യത്തിൽ കുറച്ച് കളിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്താ പറയാ ആ നിസ്കാരത്തിന്റെ ആ നെയ്യത്തിന്റെ സീൻ റെഡി ആയത് നമുക്ക് ബേബിയൊക്കെ ആവുമല്ലോ, തീരെ ടൈമില്ല, തല ചെറിയാൻ വരെ ടൈമില്ലാത്തൊരു ടൈമായപ്പോഴാണ് ആ ഒരു സംഭവം മാറിയത്. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. മെയിൻ ആയിട്ട് ഇതായിരുന്നു കേട്ടോ, നിസ്കാരം, ഒളു, പിന്നെ തുപ്പിക്കളിയും ഇതൊക്കെയായിരുന്നു എന്റെ ഒരു OCD എന്ന് ഞാൻ പറയുന്നത്. ഇത് ചിലപ്പോൾ ഒസ്വാസമായിരിക്കും കേട്ടോ, ഐ ഡോണ്ട് നോ, നമ്മൾ കാണിക്കാത്തതുകൊണ്ട് ഇതെന്താ സംഭവം എന്നറിയില്ല. പിന്നെ മെഡിസിനും കാര്യങ്ങളും ട്രീറ്റ്മെന്റ് ഒന്നും എടുക്കാണ്ട് തന്നെ മാറിക്കിട്ടി, വലിയ കാര്യം. അപ്പം ഞാൻ നിസ്കാരം കാര്യമൊക്കെ വലിച്ചിട്ടേ വേറെ ഒന്നിനല്ല. അപ്പൊ ഇതുപോലത്തെ ഒക്കെ സീനുള്ളവരുണ്ടാവും, പക്ഷെ നിസ്കാരം ഒന്നും ഒഴിവാക്കരുത് കേട്ടോ. നമ്മൾ എന്താ ചെയ്യുന്നത് പഠിച്ചോ സ്വീകരിക്കല്ലോ എന്തായാലും. അപ്പൊ എന്താ പറയാ, ഇതിനൊന്നും വേണ്ടിയിട്ട് ഒഴിവാക്കേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് വയ്യാത്തോണ്ടല്ലേ, വയ്യായി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നമുക്കൊരു ചെറിയ സീനുള്ളതുകൊണ്ടല്ലോ. അപ്പൊ ഇത്രയൊക്കെയുള്ളൂ എന്റെ ഒരു OCD സംഭവം എന്ന് പറയുന്നത്. അപ്പൊ ശരി, ടാറ്റ, ബൈ.